എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് Adobe Lightroom ഉപയോഗിച്ച് എങ്ങനെ ഒരു പോർട്രേറ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ Adobe Lightroom ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കഴിയുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ലൈറ്റ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു എക്സ്പോഷർ ഒരു പിടിക്ക് കൂട്ടാം. അതിന് നമ്മൾ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 50 വരെ കൂട്ടുകയാണ്. അതിൻ്റെ ഹൈലൈറ്റ്സ് ഒരു 20 വരെ കുറയ്ക്കുകയാണ്. അതിന് ഷാഡോസ് ഒരു 47 വരെ കൂട്ടുകയാണ്. 47-46 റേഞ്ച് ചെയ്യുന്നാൽ മതി. ഇപ്പം 46 ആക്കിയിട്ടുണ്ട്. വൈറ്റ്സ് ഏകദേശം ഒരു 80 വരെ കുറയ്ക്കുകയാണ്. വരെ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലാക്ക്സ് ഏകദേശം ഒരു 55 വരെ നമുക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കെയർ ടൂളിലേക്കാണ് പോകുന്നത്. അതിനുള്ള നമ്മൾ കെയർ ടൂൾ ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ചെറിയൊരു കെയർ സെറ്റ് ചെയ്യാം. നമ്മുടെ കെയറിൻ്റെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കളർ ടൂളിലേക്ക് പോവുകയാണ്. കളർ ടൂളിൻ്റെ അത് നമ്മൾ ആദ്യമേ ഇവിടെ വൈബ്രൻസ് ഒരു 50 വരെ കൂട്ടുകയാണ്. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഒരു 10 വരെ കൂട്ടുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കളർ ഗ്രേഡിലേക്ക് പോകാം. അതിനുവേണ്ടി മിക്സ് ടൂളിലേക്ക് പോവുക. മിക്സ് ടൂളിൽ നമ്മൾ റെഡിൽ നിന്ന് തുടങ്ങാം. റെഡിൻ്റെ അത് നമുക്ക് ഹ്യൂ ഏകദേശം ഒരു 8 വരെ കൂട്ടാം. സാച്ചുറേഷൻ ഏകദേശം ഒരു 16 വരെ. അത് ലൂമിനൻസ് ഏകദേശം 90 വരെ. അത് കഴിഞ്ഞ് നമ്മൾ ഓറഞ്ചിലേക്കാണ് പോകുന്നത്. ഓറഞ്ചിൻ്റെ അകത്ത് സാച്ചുറേഷൻ ഒരു 25 വരെ കുറയ്ക്കാം. ലൂമിനൻസ് കൂട്ടാം. ലൂമിനൻസ് ഏകദേശം ഒരു 80 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് നമ്മൾ യെല്ലോയിലേക്ക് പോവുക. യെല്ലോയ്ക്കകത്ത് ഹ്യൂ ഏകദേശം ഒരു 50 വരെ. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഒരു 28 വരെ കൂട്ടാം. ലൂമിനൻസ് ഏകദേശം ഒരു 26 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രീനിലേക്ക് പോകാം. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് സാച്ചുറേഷൻ ഒരു 74 വരെ കുറയ്ക്കാം. അത് കഴിഞ്ഞ് അക്വയ്ക്കകത്ത് നമ്മൾ ഏകദേശം ഒരു 24 വരെ സാച്ചുറേഷൻ കുറയ്ക്കുകയാണ്. ബ്ലൂയ്ക്കകത്ത് നമ്മൾ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുകയാണ്. ഏകദേശം 46 വരെ നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് എഫക്ട്സിലേക്കാണ് പോകുന്നത്. എഫക്ട്സ് നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 36 വരെ കൂട്ടിയിട്ടുണ്ട്. 36-40 റേഞ്ച് കൂട്ടിയാൽ മതി. ഡീഗേഴ്സ് ഒരു പൊടിക്ക് ഒരു 4 വരെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞ് സ്പ്ലിറ്റ് ഓണിലേക്ക് പോകാം. സ്പ്ലിറ്റ് ഓണിൻ്റെ അകത്ത് നമുക്ക് ഒരു 220 വരെ ഹൈലൈറ്റ്സ് കൂട്ടാം. സാച്ചുറേഷൻ ഒരു 10 വരെ.
ഷാഡോസ് നമുക്കൊരു 220 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഡീറ്റെയിൽസ് നമുക്ക് നോയ്സ് കറക്ഷൻ വരെ പിടിച്ചു കൂട്ടാം. കളർ നോയ്സ് കറക്ഷൻ വരെ പിടിച്ചു കൂട്ടാം. അത് നമുക്ക് ഒന്നുകൂടെ കളർ ഗ്രേഡിലേക്ക് പോവാം. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവിടെ ഹ്യൂ നമുക്കൊരു പിടിച്ചു വയ്ക്കാം. ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.